മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാതയിൽ പട്ടിക്കാട് മേൽപ്പാലത്തിൽ 3 മാസത്തിനിടെയുണ്ടായത് 10ഓളം അപകടങ്ങളാണ്. 2 അടിപ്പാതകളുടെ മുകളിലൂടെ 1 കിലോമീറ്ററോളം ദൈർഘ്യമുള്ളതാണ് മേൽപ്പാത. അപ്രതീക്ഷിതമായി മേൽപ്പാലത്തിൽ വാഹനങ്ങൾ നിർത്തിയിടുന്നതിനെ തുടർന്നുണ്ടായ അപകടങ്ങളും വാഹനങ്ങൾ നിയന്ത്രണം വിട്ടു മറിയുന്നതും പലതവണയായി. മേൽപ്പാതയിൽ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കുന്നതിന് ഇതുവരെ അധികൃതർ തയ്യാറായിട്ടില്ല. സർവീസ് റോഡിലേക്ക് തിരിയുന്ന ഭാഗത്തേക്ക് പോലും സൂചനാ ബോർഡില്ല എന്നതാണ്. ജെയ്സൺ ഷാമോളപ്പിൽ നൽകും വിവരങ്ങൾ. ജെയ്സൺ, ഒരു റോഡായാൽ ഏറ്റവും അത്യാവശ്യം ഈ സൂചനാ ബോർഡുകൾ വേണം എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ 10ലധികം അപകടങ്ങൾ അവിടെ ആ മേഖലയിൽ ഉണ്ടായി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തൊക്കെയാണ് അവിടുത്തെ പ്രശ്നങ്ങൾ? വിനീത, ആദ്യം തന്നെ പറയട്ടെ, ഈ അപകടം നടക്കുന്ന ഭാഗത്തു നിന്ന് ഒരല്പം നമ്മൾ താഴോട്ട് ഇറങ്ങി നിൽക്കുന്നത് കാരണം നമ്മൾ അപകടത്തിൽ പെടാതിരിക്കാൻ വേണ്ടി ഒരല്പം സുരക്ഷിതത്വം എടുത്തതാണ്. തീർച്ചയായും സുരക്ഷിതമായി മാത്രം റിപ്പോർട്ട് ചെയ്താൽ മതി. പക്ഷേ അവിടുത്തെ അപകടാവസ്ഥ എന്താണ് എന്ന് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചേ മതിയാകൂ. തീർച്ചയായും ഇത് വെറും റോഡല്ല, ഇതൊരു ദേശീയപാതയാണ്. ടോൾ കൊടുത്ത് യാത്ര ചെയ്യേണ്ട ഒരു പാതയാണ്. ആ ചെറിയ ടോളല്ല, വലിയ തുക ടോൾ കൊടുത്താണ് യാത്ര ചെയ്യേണ്ടത്. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോകാം. ഈ വഴിയിലൂടെ നിരന്തരമായി വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു ദേശീയപാതയാണ്. ഇപ്പോൾ ഈ സമയത്ത് ഒരു അല്പം ഗതാഗതത്തിന് കുറവുണ്ടെങ്കിലും ഒട്ടുമിക്ക സമയവും വലിയ രീതിയിൽ ഗതാഗത സംവിധാനം ഉള്ള നിരന്തരമായ വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു ദേശീയപാതയാണ് മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാത എന്ന് പറയുന്നത്. നമ്മുടെ സംസ്ഥാനത്തിന് തന്നെ വ്യാവസായികമായ ഏറെ പ്രാധാന്യമുള്ള ഒരു റോഡാണ്. പക്ഷേ ഇവിടെ നിരന്തരമായ പ്രശ്നങ്ങളാണ്. ഈ വഴി കടന്നു പോകുന്നതാണ് കുതിരാൻ എന്ന് പറയുന്ന ഏറ്റവും വിവാദം നിറഞ്ഞ കുപ്രസിദ്ധമായ കുതിരാൻ തുരങ്കത്തിന് മുൻപുള്ള പാത എന്ന് പറയുന്ന ഈ വഴിയിലൂടെ കടന്നു പോവാണ്. നിരന്തരം റോഡ് ഇടിഞ്ഞതിന് മൂലം മാസങ്ങളായി അവിടെ ഒരു വരി ഇപ്പോൾ മാറ്റി ഇട്ടിരിക്കുകയാണ്. അത് ഒരു വഴിയിലൂടെ മാത്രമേ വാഹനങ്ങൾ കടന്നു പോകുന്നുള്ളൂ. ഇവിടുത്തെ നാട്ടുകാർ നിരന്തരമായി പോലീസിൽ പരാതി നൽകുന്നു, കോടതികൾ കയറിയിറങ്ങുന്നു. എന്നിട്ടും യാതൊരു രീതി കുലുക്കവുമില്ല, ദേശീയപാതയ്ക്കുമില്ല, സംസ്ഥാന സർക്കാരിനുമില്ല, നിയമ സംവിധാനങ്ങൾക്ക് ഒന്നും തന്നെയില്ല. ഇത്തരത്തിൽ നിരന്തരമായി കോടതിയെ സമീപിക്കുന്ന നിരവധി പ്രദേശവാസികളിൽ ഇപ്പോൾ അഡ്വക്കേറ്റ് ഷാജി കോടങ്ങത്ത് തന്നെ നമ്മൾ ഇതിൻ്റെ ഈ ദേശീയപാതയുടെ യഥാർത്ഥ അവസ്ഥ എന്താ? ഇപ്പോൾ ഈ ദേശീയപാതയുടെ യഥാർത്ഥ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ 90% പണി പോലും പൂർത്തീകരിച്ചിട്ടില്ല. ടോള് പിരിക്കുകയാണ്. ഇത് മാത്രമല്ല, ഇപ്പോൾ കുതിരാൻ തുരങ്കം ഒരെണ്ണം അടച്ചിട്ടിട്ട് ആ കുതിരാൻ തുരങ്കത്തിൻ്റെ ടോള് പോലും നാട്ടുകാർ കൊടുക്കേണ്ട ഒരു ബാധ്യത വന്നിരിക്കുകയാണ്. മാത്രമല്ല, സുരക്ഷാ മാനദണ്ഡങ്ങൾ ഒന്നും പാലിച്ചിട്ടില്ല. ഇപ്പോൾ ഈ റോഡിനെ സംബന്ധിച്ചൊരു ഓഡിറ്റിങ്, സുരക്ഷയെ സംബന്ധിച്ചൊരു റോഡ് സുരക്ഷാ ഓഡിറ്റിങ് നടത്തണം. എന്നാൽ മാത്രമേ അറിയുള്ളൂ. ഈ പീച്ചി പട്ടിക്കാട് വെഹിക്കുലർ അണ്ടർപാസേജിൻ്റെ മുകളിൽ സ്ഥിരമായി അപകടങ്ങൾ ഉണ്ടാവുകയാണ്. ഈ റോഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു വാഹനം കേടായാൽ അത് സൈഡിൽ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമില്ല. അപ്പോൾ രാത്രി വണ്ടി കേടായി കിടക്കുമ്പോൾ ആളുകൾ ആ വണ്ടിയുടെ മേത്ത് വേറെ വണ്ടി വന്നിരിക്കുന്നു. അങ്ങനെയാണ് അപകടങ്ങൾ പലതും ഉണ്ടായിട്ടുള്ളത്. വളരെയധികം സുരക്ഷാ വീഴ്ചയുള്ള ഒരു ദേശീയപാതയാണ് ഈ മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയ. അപകടങ്ങൾ കുറയ്ക്കാനായിട്ടും ഇല്ലാതാക്കാനായിട്ട് എന്തെങ്കിലും നടപടി എടുക്കും? ഇവർ യാതൊരു നടപടിയില്ല. ഇവർക്ക് ടോൾ പിരിക്കുക അല്ലാതെ വേറെ യാതൊരു നടപടിയില്ല. ഇപ്പോഴും സ്ട്രീറ്റ് ലൈറ്റുകൾ ഉണ്ടായിട്ടില്ല, ബസ് ബാഗുകൾ ഉണ്ടായിട്ടില്ല, ലോറിയുടെ പാർക്കിങ്ങുകൾ ഉണ്ടായിട്ടില്ല, ജംഗ്ഷൻ വികസനം നടന്നിട്ടില്ല, സുരക്ഷാ മാനദണ്ഡവുമായുള്ള ബോർഡുകൾ പോലും സ്ഥാപിച്ചിട്ടില്ല. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാനാകും ഡിവൈഡറുകളൊക്കെ തകർന്ന് കിടക്കുന്ന അതായത് വാഹനങ്ങൾ കടന്നു പോകുന്ന ഡിവൈഡറുകളൊക്കെ തകർന്ന് കിടക്കുന്ന ഒരു സ്ഥിതി കാണാം. വലിയ തുക ടോൾ കൊടുത്ത് യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ ഈ ദേശീയപാതയിലൂടെ കടന്നു പോകുന്നതാണ്. എന്നിട്ട് പോലും അടിസ്ഥാന സൗകര്യങ്ങൾ പോലും, മിനിമം സുരക്ഷാ സംവിധാനങ്ങൾ പോലും ഒരുക്കാൻ കഴിഞ്ഞിട്ടില്ല. ചേട്ടൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്താ ഇവിടുത്തെ ശരിക്കും? അതായത് ഇവിടെ കഴിഞ്ഞ ആഴ്ചയാണ് നിർത്തിയിട്ടിരുന്ന വണ്ടിയുടെ ബാക്കിൽ ഒരു വണ്ടി ഇടിച്ച്, ആ വണ്ടിയുടെ ബാക്കിൽ വേറൊരു വണ്ടി ഇടിച്ച്, അങ്ങനെ 3 വണ്ടി ഒന്നിച്ചിടിച്ച അപകടം വരെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഈ കയറ്റത്ത് തന്നെയാണ് അത് സംഭവിച്ചത്. അത് കൂടാതെ കണ്ട് മിനിഞ്ഞാന്ന് ഇവിടെ വണ്ടി തട്ടി അപകടം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ കാരണം അശാസ്ത്രീയമായ പണിയാണ് റോഡിൻ്റെ. എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്തടത്ത് തുറന്നിട്ടു, ആവശ്യമുള്ളിടത്ത് അടിപ്പാതയില്ല, ആവശ്യമുള്ളിടത്ത് തുറന്നിട്ടില്ല, യൂട്ടേണില്ല, ഒന്നുമില്ലാത്ത ഒരു അവസ്ഥ. ഏറ്റവും അധികം അപകടങ്ങൾ ഉണ്ടാകുന്നുള്ള സാഹചര്യം എന്താ? വാഹനങ്ങൾ റോഡിൽ നിർത്തിയിടുന്നതാണോ അതോ മറ്റ് രീതിയിലുള്ള നിയന്ത്രണം വിട്ട് വാഹനങ്ങൾ പോകുന്നതാണോ? അതിവേഗതയാണോ? എന്താണ്? വണ്ടി റോഡിൽ നിർത്തിയിടുമ്പോഴുണ്ടാകുന്നതും പെട്ടെന്നുണ്ടായിട്ടുള്ള, ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഉണ്ടായി എന്ന് പറഞ്ഞ അപകടം ടയർ പൊട്ടിയിട്ട് മാറ്റാൻ നിർത്തിയതാണ്. അതിൻ്റെ കൂടെ പുറകിൽ വന്ന ഒരു വണ്ടിക്കാരൻ ആദ്യം വന്ന പഞ്ചറായ വണ്ടിയെ സഹായിക്കാൻ നിന്ന അവൻ്റെ മൂട്ടിൽ വേറൊരു വണ്ടി നിന്നിടിച്ചു. അവനും പോയി
ആസ്പത്രിയിൽ എല്ലാവരും അങ്ങനെയാണ് അപകടം കൂടുതലും നടന്നത്. കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പാണ് നമ്മുടെ കുതിരാൻ്റെ സമീപത്ത് വെച്ചൊരു വരുന്ന ഒരു വാഹനം ഇടിച്ച് കുറച്ചൊരു മരിക്കുന്ന സ്ഥിതിയുണ്ട് തിരുവല്ല ഭാഗത്തുനിന്നൊക്കെ വരുന്നത്. എന്തായിരുന്നു അത്തരത്തിലുള്ള അപകടങ്ങൾക്ക് എന്താണ് കാരണം? അവിടെ ഈ ഒറ്റവരിപ്പാത ആയതുകൊണ്ടാണ് അവിടെ ഭയങ്കര ഗതാഗത കുരുക്കാണ്. നമുക്കിപ്പോൾ തുരങ്കത്തിൻ്റെ ഉള്ളിൽ കൂടെ ശരിക്കും ഒരു ഞാൻ ബൈക്കിൽ യാത്ര ചെയ്യുന്ന ആളാണ്. ബൈക്കിൽ പോകാൻ പറ്റില്ല, അത്ര ചൂടാണ്, കണ്ണൊന്നും നമുക്ക് കാണില്ല. അതാണ് മെയിനായിട്ട് അവിടെ പറ്റുന്നത്. അതുകൊണ്ടാണ് അപകടം ഉണ്ടാവാനുള്ള സാധ്യത. അതുപോലെ തന്നെ നമുക്കിപ്പോൾ പട്ടിക്കാട് കാണാതെ ഈ സർവീസ് റോഡ് കാലത്ത് ഇതിൽ വന്നു കഴിഞ്ഞാൽ നിറച്ച് ലോറികൾ ഇട്ടേക്കുക. നമുക്ക് സർവീസ് റോഡ് കൂടെ കടക്കാൻ പറ്റില്ല. അത് ഇവർ നോക്കണ്ടേ, അത് പോലീസ് ഉദ്യോഗസ്ഥന്മാർ നോക്കേണ്ട കാര്യമാണ്. അത് വളരെ ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് ഇവിടെ. ഏതായാലും വിനീത, നിരവധി പരാതികളുണ്ട്. നിരവധി പരാതികൾ വെച്ച് കഴിഞ്ഞാൽ നിരവധി പരാതികളാണ് പരിഹരിക്കപ്പെടാത്ത, വർഷങ്ങളായാലും പരിഹരിക്കപ്പെടാത്ത നിരവധി പരാതികളുടെ ഒരു ഇടമാണ് ദേശീയപാത. മണ്ണുത്തി വടുക്കഞ്ചേരി ദേശീയപാതയാണെങ്കിലും മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയാണെങ്കിലും ദേശീയപാത അതോറിറ്റിയുടെ നിസ്സംഗതയും കെടുകാര്യസ്ഥതയും കരാർ കമ്പനികളുടെ കൊടിയ വൃത്തികേടുകളും കൊണ്ടാണ് ഈ ദേശീയപാതയിൽ മരണങ്ങളും അപകടങ്ങളും ഒരു തുടർക്കഥയാവുന്നത്. വിനീത, ശരി ജെയ്സൺ, ഏതായാലും വളരെ ഗൗരവമുള്ള ഒരു വിഷയം തന്നെയാണ് ഉന്നയിച്ചത്. പ്രദേശവാസികൾക്കും പറയാനുള്ളത് അത് തന്നെയാണ്. പട്ടിക്കാട് മേൽപ്പാലത്തിന് സമീപം 3 മാസത്തിനിടെ 10ഓളം അപകടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ഞെട്ടിപ്പിക്കുന്ന കണക്ക് തന്നെ നമ്മുടെ മുന്നിലുണ്ട്. അശാസ്ത്രീയമായ നിർമ്മാണം, ഒപ്പം യാതൊരുവിധ സുരക്ഷാ മാനദണ്ഡങ്ങളോ സൈൻ ബോർഡുകളോ ഒന്നും തന്നെ ഇല്ലാതെയാണ് അവിടെ ഈ അപകടങ്ങൾ തുടർച്ചയായി ഉണ്ടാകുന്നത് എന്നുകൂടിയാണ് ഈ പ്രദേശവാസികൾ പറയുന്നതും. ജെയ്സൺ ആണ് അവിടെ നിന്നും വിവരങ്ങൾ നൽകിയത്. നമ്മൾ